Hey guys, my name is Sundar Hey everybody, this is Shweta. and welcome to our Channel. It's time for Bha 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 Next scene. Let's watch it. Let's watch it. മൂക്ക് കറക്റ്റ് അല്ലേ? മൂക്കില്ല സാറേ, അല്ല മൂക്ക് തന്നെ സാറേ. എന്താടോ സാർ, വായും കൂടെ വരയ്ക്കാനുണ്ട്, ഉടനെ കഴിയും. അതിന് മൂക്ക് ശരിയാവണ്ടേ? വേഗം പോവാ சார். அவனோட வேற போர்ட்ஸ் நல்லா தெரிஞ்சவன் கிடைச்சிருக்கான். நீங்க கொஞ்சம் விசாரிச்சீங்கன்னா. താൻ അവനെ കണ്ടോ? ഞാൻ കണ്ടതാണ് സാർ. CMD യുടെ 2 പേരുണ്ടായിരുന്നു. അതിലൊന്നൊരു 50-55 വയസ്സൊക്കെയുള്ള ഒരു സ്ത്രീ, പിന്നെ ഒരു ആണും കൂടി ഉണ്ടായിരുന്നു സാർ. അയാൾ ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. താൻ എവിടെ വെച്ചാ അവരെ കണ്ടേ? കേബിൾ ഗോഡപുരത്തിനടുത്ത് വെച്ചത് സാർ. ഇതല്ലേ? അയാൾ ഇങ്ങനെയൊന്നുമല്ല സാർ, എനിക്കറിയാം. ഞാൻ അയാളെ വരച്ചയാൾ. We'll draw him for you. എനിക്കൊരു ക്യാൻവാസ് വേണം. Oh, Nice. Oh, reverse बना है. oh. Doing good, huh? बहुत मस्त बना है. है. സാർ, ഇവ சொல்றத சேர்த்தும் கரெக்ட் ആണെങ്കിൽ ഒരു பெரிய പ്രോബ്ലം ഉണ്ട്. എന്താ പ്രശ്നം? യു ആർ ബ്ലൈൻഡ് സർ. അതെ സാർ. നീ കണ്ടോ? ഞാൻ കണ്ടതാ സാറേ. നീ കണ്ടോടാ? ഹൈ, ഞാൻ കണ്ടെന്നേ. ഇവനെ പാത്തില്ല, വിട്ടല്ലേ പ്ലീസ്. ഇവനെ പിടിച്ച് ഇന്ററോഗേഷൻ സെല്ലേ കണ്ടോ? ഇവനെന്താ കണ്ടത്? ഞാൻ ശരിക്കും हाँ, वो कैसे अंदर इसने? ओहो, अरे वो शर्ट टच वच किया होगा. कैसे? അപ്പൊ ഈ ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോ ഈ മണ്ണിനടി കിടക്കുന്ന അസ്ഥികൂടവും കിണ്ടിയൊക്കെ എടുത്ത് പുറത്തിട്ട് അതിനെപ്പറ്റി പഠിച്ച് അവാർഡൊക്കെ പിടിക്കൂലേ? Okay. അത് ആർക്കിയോളജിസ്റ്റ്. Archaeologist. ഇത് ഹിസ്റ്റോറിയൻ. ചരിത്രത്തെ കുറിച്ച് അനലൈസ് ചെയ്തു അതിനെപ്പറ്റി പഠിക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഐ ഹാവ് എ PhD in world political affairs. അതും 27 years ago from the University College of London. ഭയങ്കര ചൂടെടുക്കും. അതവിടെ ഇരിക്കട്ടെ. താനിപ്പോ ഇങ്ങോട്ട് വരാനുള്ള കാരണം? ഒരു നാടിന്റെ മുഖ്യമന്ത്രിയെ ഒരു ചടങ്ങിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ നെറ്റ്വർക്കിൽ നിന്നും വെറും ചീപ്പ് പ്ലാൻസ് ഉപയോഗിച്ചാണ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തത്. ചീപ്പ് ബട്ട് വെരി ക്ലെവർ പ്ലാൻസ്. ദാറ്റ്സ് ഹൗ ദേ വർക്ക്. പക്ഷേ നമ്മുടെ മുഖ്യനെ ഇതേ ചരിത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. Okay. അതാണ് ഞാൻ എഴുതിയ ഈ പുസ്തകത്തിലുള്ളത്. സൊല്യൂഷൻസ് ലൈ ഇൻ ഹിസ്റ്ററി ആൻഡ് ദ ഹിസ്റ്ററി ഈസ് വിത്ത് മീ. Okay. അമ്മേ, ഇനി നമ്മൾ അധികം കാത്തിരിക്കേണ്ടി വരില്ല. അയ്യോ, അപ്പൊ അച്ഛനെ പിടിക്കുന്നതാണോ? അവരുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. Okay. സാക്ഷിമൊഴികളും മാപ്പിംഗ് ഒക്കെ വെച്ച് ഉടനെ തന്നെ നമ്മൾ അവരെടുത്ത് അവന്റെ കൂടെ കിടന്നവനെ കിട്ടി, ഉണ്ടവനെ കിട്ടി, ഉറങ്ങിയവനെ കിട്ടി. ഇത് സുരക്ഷിതമായി ഇങ്ങ് എത്തിക്കുന്നത് പോലെ തന്നെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. ആരാണ് ഈ അവൻ എന്നുള്ള ഉത്തരം? Yeah, the gangster style. कहाँ जा रहे हैं यार इन लोग? എവിടെയാണ് ഈ സ്ഥലം? സാർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഞാൻ സാറിന്റെ സഭയിലെ മന്ത്രി. സഭയൊക്കെ പോയടാ. ഹായ് ഗായ്സ്, ഇതാ നിങ്ങളുടെ ഗിവ് അവേ. അപൂർവമായിട്ട് കിട്ടുന്നതാ. Oh. ബാക്കി പ്രവർത്തകരല്ല, പൊതുജനങ്ങളുടെ. എന്നാൽ അവരുടെ ശരിക്കുള്ള വികാരം ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റും. അതെ, തല്ലുകൊണ്ട് വേർത്ത് പോയി. തുടച്ചു തരാവേ. തുടുക്ക ആപ്പിൾ പോലെ ഇരിക്കുന്നത്. എനിക്ക് ഒരു ഫോൺ ചെയ്യണം. ഫോൺ ഹലോ, ഞാനാ. എവിടെയാ നിങ്ങളുള്ളത്?
അവർ നിങ്ങൾ ഉപദ്രവിച്ചോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ തിരിച്ചു വരും ശക്തമായിട്ട്. പിന്നെ നോവലോ? ഹലോ ഹലോ, ഭാര്യയോട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോലെ. ഇതൊക്കെ വലിയ ചെലവുള്ള പരിപാടി. സിറ്റുവേഷനിൽ ചേരാ. ഹലോ, അതെന്റെ മോന. ഹായ് മോനെ, നീ ചെന്നൈന്ന് വന്നല്ലേ? അതിനെന്താ നിന്റെ അന്വേഷണം എങ്ങനെ പോകുന്നു ഞാൻ ചോദിക്കുന്നില്ല. അതെനിക്ക് വിഷമാവും. എന്റെ കോഡ് ട്രേസ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറും ഹെഡ്സെറ്റും വെച്ചിരിക്കുന്ന സൈബർ ചേട്ടന്മാർക്ക് എന്റെ വിനീതമായ നമസ്കാരം. അപ്പൊ ഞാൻ വെക്കാനേ, ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിന് നിങ്ങൾ എന്നെ പിടിക്കും. ഓക്കേ, Sir, we have placed the location. It's Yugoslavia. Nonsense. യൂഗോസ്ലാവിയ. ശരിക്കും സ്ഥലമുണ്ട്. ചേട്ടനല്ല ആളുടെ നെഞ്ചത്തോണ്ടെന്ന് പറഞ്ഞേ. അയാളെ അകത്ത് വെച്ചോണ്ടിരിക്കാതെ പുറത്തേക്ക് വിട്ടാണ്. പുറത്തേക്ക് വിടാനോ? വലിയ ഫോഴ്സൊക്കെ വരുമെന്നാണ് കേൾക്കുന്നത്. എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ എല്ലായിടത്തും തിളങ്ങിരിക്കുക. ഈ മാഷിയുടെ ഒരു കാര്യം. അല്ല, 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഷയിൽ ചാനൽ വരും? ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ വരും. തട്ടിയാലോ മോനെ? നോ ചേട്ടന്മാരെ, ഇനിയാണ് എന്റെ ഷോ. ഓക്കേ. ഓ ബാബാ. ഓ കൂടുതൽ സമയം അതിന് മണിയത്തെ ശീലമല്ലോ. ആൾക്കാരെ പറ്റിക്കാൻ കുറെ വാചക ശബ്ദം പിന്നെ കൈവക്കില്ല. ഓ he is good. നിന്റെ 4 തൊലിഞ്ഞ കിളവന്മാരെ തൂക്കി അടിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ അങ്ങനെ പോയാ പിന്നെ നിന്റെ പൊടി പോലും കിട്ടും. നിന്നെ പോലുള്ള ആയിരക്കണക്കിന് നാളുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഓ അതുകൊണ്ട് നീ എങ്ങനെയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതുപോലെ എന്റെ ആളുകളുടെ മുമ്പിൽ നീ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കണം. ബാപ്പറേ ബാപ്പ. അതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ വേണമെങ്കിൽ ചരിത്രം പരിശോധിച്ച് നോക്കോളൂ. അതൊക്കെ നിങ്ങൾ വഴിയെ പരിശോധിച്ചോളൂ. സാറാദ്യം കാര്യം പറ. അവർ നന്മയുടെ ഭാഗത്താണെന്ന് പോലീസിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാവുന്നതാണ്. ഓക്കെ. അങ്ങനെ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ ദ്രോഹികൾ എന്ന മോശ ഇമേജിൽ നിന്ന് നന്മയുടെ പ്രതീകമായി വാഴ്ത്തപ്പെടാൻ അവർ ശ്രമിക്കും. ജനങ്ങളെ അവരുടെ വശത്തേക്കാക്കാൻ ഏതറ്റം വരെ അവർ പോകും. ജനങ്ങളുടെ വിശ്വാസം, അവരുടെ സ്നേഹം, അതാണ് അവരുടെ പ്രൈമറി ടാർഗറ്റ്. ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ അവരുടെ അടുത്ത പ്ലാൻ ഞാൻ അറിയാതിരിക്കുമല്ലോ. സാറേ, അതന്വേഷിച്ച് നിങ്ങളെങ്ങും പോകണമെന്നില്ല. വരും, വന്നിരിക്കും. ഓക്കെ. മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ സാധാരണക്കാരന്റെ സന്ദേശം. സാറേ, നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖമാണ്. ജനങ്ങളുടെ നല്ലതിന് വേണ്ടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരവരുടെ ആവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി റോഡ് തടഞ്ഞ് നടത്തുന്ന ഒരു സമരജാഥയും ഇനി ഇവിടെ വച്ച് പൂർപ്പിക്കില്ല. ഇത്തരം പ്രവൃത്തി ഏതെങ്കിലും നേതാവോ പാർട്ടിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുജനം ധൈര്യമായി മുന്നോട്ട് വരും. അവരുടെ പരാതികൾ പഴയ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ജയഭാരതി ബിസ്ക്കറ്റ്സ് എന്നെഴുതിയ വണ്ടിക്കുള്ളിൽ കൊണ്ടിടും. ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ അറിഞ്ഞ പരിഹാരം കണ്ടെത്തിയിരിക്കും. പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, അതൊക്കെ സാറുമാരെടുത്തുള്ളൂ. പിന്നെ ഇത്
എന്റെ ഓർഡർ അല്ല, നിങ്ങളുടെ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഓർഡറാണ്. CM സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ കേട്ടല്ലോ, ഇതല്ലാതെ അദ്ദേഹത്തിന് പോലീസിന്റെ പ്രൊട്ടക്ഷനും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതിപ്പോ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ജോസഫിനെ കൊണ്ട്, എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ക്യാബ്, ബെല്ലി ഡാൻസ്, ബോൾ ഡാൻസ് തുടങ്ങിയ ഹരം കൊള്ളിക്കുന്ന നൃത്ത നൃത്തങ്ങളുടെ റീൽസ് ഇറക്കി ഇതൊക്കെ. അപ്പൊ എങ്ങനെയാ ചെയ്യല്ലേ? വീണ്ടും സന്ധിക്കവരായിരിക്കും. വണക്കം. വണക്കം. ओ वाह वाह, इतनी सारी कंप्लेन. അതായത് സാധാരണക്കാരൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. തങ്ങളുടെ പ്രതീക്ഷകൾ നിറഞ്ഞ ആ വണ്ടി എടുക്കാൻ ആര് വരും? നേതാക്കന്മാരുടെ വീട്ടിൽ കയറി ചെന്ന് കുശലം പറഞ്ഞ് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുപാടും പകലൊന്നും ഞങ്ങളെ പോലുള്ളവർക്കില്ല. ഇങ്ങനത്തെ അവസരങ്ങൾ വല്ലപ്പോഴും വീട് കിട്ടുമ്പോൾ അത് തട്ടിക്കളയല്ലേ സാറേ? ജനങ്ങളുടെ വിശ്വാസം, അവരുടെ സ്നേഹം, वही कर रहे हैं लोग. എല്ലാ കണ്ണുകളും ജയഭാരതി ബിസ്ക്കറ്റിലേക്ക്. വണ്ടി എടുത്ത് മാറ്റാം. ഇവിടെ ബാക്കിയൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. എന്നിട്ട് തന്തയുടെ വണ്ടിയാണോ? എന്റെ അച്ഛനും ഇങ്ങനെ കിട്ടില്ല. ഉണ്ടാക്കല്ലേ? അനക്കായിട്ട് ഇങ്ങോട്ട് വാ സാറേ, ഇവിടെ കുറെ ചെക്ക് ചെയ്യാനുണ്ട്. कैसे लिखा जाएगा लेटर पे, वो देखना है. The plan is on. Okay. അടിച്ചു നോക്കണം. ഞാൻ സിജു നമ്മുടെ വട്ടത്തിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഓണാണ്. കാര്യങ്ങൾ മര്യാദയ്ക്ക് പറയണ്ട. ഇതിന്റെ ബാക്കി നോക്കിക്കോളാം. കേട്ട് നോക്കിക്കോളാം. ഓക്കെ. Okay. What's happening? Drainage water, yuck. Oh. നിന്നെ കണ്ട അന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാ. പറയണോ? അവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇതൊക്കെ തെലുങ്ക് സിനിമ. എന്റെ മൂക്കിന്റെ തുമ്പത്തോടെ ഷോ ആക്കി മാസം കളിച്ചിട്ട് പോകണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാസ്റ്ററിടും. किसी और का गाड़ी है वो. 30 വണ്ടി
ഒന്നുമല്ലേ സാറിന്റെ പോലീസുകാരുടെ കുടുംബത്തെ കുറിച്ച് ആലോചിക്കാൻ. ഓക്കെ. എടാ ഞാനും വന്നതാ. അവന്റെ ആലപ്പുഴനായിട്ട് എന്റെ ബോസിനോടൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കറാണ് പോയിരിക്കുന്നത്. അഷ്കർ. समझ रहे. क्या प्लान क्या है अभी उसका, वो देखना है. അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കർ ഞങ്ങളാണ് நண்பா और நீ கவலைப்படாதடா, உனக்காக நான் இருந்தேன் கடைசி வரைக்கும். रे 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 रे. ഞങ്ങൾ അണ്ണൻ ആഗ്രഹിച്ച പോലെ ഒരു 30 വടി ചേസ് അണ്ണന്റെ ഫ്രണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ആ ഓജത്തിനും തിരിഞ്ഞു നോക്കാത്തതിന്റെ വേദന നന്നായി അനുഭവിച്ചറിഞ്ഞ അണ്ണന് തന്നെ തേടിയത്തെ പോലീസ് പടയെ കണ്ടപ്പോ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം വന്നു. ഒരു പോലീസുകാരന്റെ പുറകെ ഇത് ഞാൻ ഞങ്ങളുടെ അണ്ണനോ அவசரப்படாம பொறுமையா இருங்க. உங்ககிட்ட இருக்கிற கண்ணு எதுவுமே சுடாது. ஏன்னா அதுல குண்டு இல்ல. நான் அதான் சொன்னேன்ல. இப்போ ட்விஸ்ட் என்னன்னா நான் இவரோட ஆளு. நண்பன்டா. இதை விட பெரிய ட்விஸ்ட் என்னன்னா இவர் இப்போ உங்க எல்லாரும் சுடப்போற. ப்ரோ எஸ் ப்ரோ. சவாரி இட்டடிச்சோம். ये वैसा गन है. Merry Christmas and Happy New Year. नहीं बुलेट्स नहीं है ना यार, ये बुलेट्स नहीं है ना, मरेंगे नहीं वो लोग. मस्त गन है रे, ऐसे दिवाली में फोड़ने का मजा आएगा. we have seen the small glimpse of Yeah. him, remember? डिशो 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 डिशो. എന്തോ ത്രില്ലല്ലേ. താങ്ക്സ് ടു ചൈന വാണം. നെക്സ്റ്റ് ടോർപിഡോ. टोर्पिडो. अब ये क्या है? ओए क्या भी ഓ യാ. बाबा. Yeah. എഗ് മൂഡ്. പൊള്ളി മൂഡ്. Party mood. This song is for you all. Torpedo, what is this? എന്തിനാണ് ഇങ്ങനെ? അണ്ണന്റെ അടുത്ത് ഏത് പാട്ടാ? ചുമ്മാ തൂക്കി ആടിയങ്ങ. Okay. Let's party. Let's Okay. party. अरे रे रे रे. ओह. Oh, ओ तेरी. nice. He has his own swag, huh?
Very nice. I'm loving this. खत्म? मस्त एकदम डिस्को थीम और फाइट. कितने पुलिस इंस्पेक्टर है. ओह ब्लैक शर्ट है. गाना सुन रहा है इनका? Yes. लालेटा का गाना है. നോബൽ. മോനെ അയ്യയ്യേ എടാ ടിസ്റ്റിന് ശേഷം ഞാനും അഷ്കറും കൂടി നിന്റെ പോലീസിനെ ഇടിച്ച് പരിപ്പെടുത്തുന്നുണ്ട്. നിനക്കിതിലൊക്കെ വല്ല ആവശ്യമുണ്ടോടാ? നീ എന്നെ പോലീസിനെ വിട്ട് അടുപ്പിക്കല്ലടാ. എന്നാ കേട്ടോ, നീ ഇനി മഷിയിട്ട് നോക്കിയാ പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നെ മാത്രമല്ല, തുറിച്ചു നോക്കി ശ്വാസം പിടിച്ച് സീരിയസ് ആയിട്ട് അഭിനയിച്ച് ഓവറാക്കുന്ന ഡയലോഗ് പറഞ്ഞ സകലമാന നാഷണൽ ലെവൽ അക്കാദമി തോറും കയറി ഇറങ്ങി ട്രെയിനിങ്ങിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സ്കിൽസ്, എന്റെ ഇന്റലിജൻസ്, എന്റെ എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ച് ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഞാൻ നിന്റെ അടുത്ത് വരും. ഞാൻ നിന്നെ കൊല്ലും. I will hunt you down, you piece of shit. I will hunt you down. നിന്റെ ഈ പഴയ പരിപാടിയായിട്ട് ഇറങ്ങുന്നെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ നിനക്ക് അറിയില്ല. സാറേ ജോണറില് പുതിയതല്ലേ, പഴയതും പുതിയതുമായിട്ട്. ഞാൻ വേറെ കാര്യം പറയാം. अरे रे 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 भाई क्या मजा आ रहा है यार. फुल क्रेजी स्टफ एकदम. वाह 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 अमेजिंग. लेकिन I'm वो loving सीएम भी this. कम नहीं है जैसा फाइट किया था उसने, वो छुरी वो चाकू भी मारा. वो स्केच वाला बंदा भी इसका, हिस्टोरियन भी इसका, सब इसके ही बंदे ज्यादा कि हिंट दे रहे और फंस रहे. एंड सब हंस रहे हैं. देखो मजा. बट यू नो द अच्छा पार्ट मुझे क्या लगा पता है? वो कंप्लेन. तो ये मेरे को लग रहा है क्योंकि वो पूरा वैन भर गया यार. वो देखा ना, वो बुड्ढा आदमी निकल रहा है ऐसे, एक मौका मिला हमको करने दे वो ये ना सीरीज. That is nice. That is good यार. फुल बट ये फुल बहुत मस्त था. गन वो लगा कौन सी गन है, फिर देखा था एक्चुअली पटाखे. ऐसा निकल गया पटाखा चाहिए, मजा आएगा. लवली लवली. So, well, take it. बाय बाय.